ഏത് ഫ്രീ മീഡിയ കേരള, ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് പി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി വിശ്വനാഥൻ ആൻഡ് സൺസ്. വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സൂര്യയുടെ മൂവിയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് സൂര്യയുടെ ഒരു മൂവി ഇറങ്ങുന്നത്. അപ്പം നമുക്ക് മൂവിയെക്കുറിച്ച് നോക്കാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ഫാമിലി ടൈപ്പ് മൂവിയാണ്. അങ്ങനെ കണ്ടവാൻ അങ്ങോട്ടൊരു ഫീൽ ഗുഡ് ലൈക്ക് ആ ഒരു രീതിയിലേക്കാണ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഫൈറ്റോ ട്വിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ഒരു ഒരു ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കുറച്ച് ഇമോഷണലും കുറച്ച് കോമഡീസും കുറച്ച് ഫീൽ ഗുഡും അങ്ങനെ അങ്ങ് പോയേക്കാണ്. ഒരു ടിപ്പിക്കൽ കഥ തന്നെ. അങ്ങനെ കഥ പിന്നെ ഈ സ്റ്റോറിയെ കുറിച്ച് പറയുന്നത് സ്റ്റോറി അത്ര വലിയൊരു പിന്നെ അടിപൊളി സ്റ്റോറി ഒന്നും പറഞ്ഞില്ല, കേട്ട് മറന്ന കഥ തന്നെയാണ്. പക്ഷേ ഫാമിലിയെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാവരും സാധ്യതയും ഈ സിനിമയ്ക്കുണ്ട്. കാരണം ഫാമിലിക്ക് പറ്റിയൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കഥയും കുഴപ്പമില്ലാത്തൊരു ഇതും. പിന്നെ ഇനി അഭിനയത്തിന്റെ മികവെടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യ കുഴപ്പമില്ലാത്ത രീതിയിൽ സൂര്യ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടിപ്പിക്കൽ സൂര്യ തന്നെയാണ് അത് കാണാമെന്ന് വെച്ചാൽ ഒരു നടപ്പിൻ നായകനാണോ ആ രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മമത ബൈജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമത ബൈജു ഇതിനകത്ത് പുള്ളിക്കാരത്തിലെ ഒരു എന്താ സൂര്യയുടെ നായികയായിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ. അത്ര വലിയ പുള്ളിക്കാരിക്ക് അഭിനയിച്ച് തകർക്കാനുള്ള സ്പേസ് ഒന്നും സിനിമയ്ക്കകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ സൂര്യയുടെ എന്താ രണ്ടാനമ്മയായിട്ട് അഭിനയിച്ച ആളും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ അമ്മ ഇവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ പക്കയായിരുന്നു. പക്ഷെ ഇതൊരു കണ്ടു മറന്നൊരു കഥയുണ്ട്. നമുക്കങ്ങനെ കണ്ടമാൻ ഒരു വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പറയാനുണ്ടെങ്കിൽ ടെസ്റ്റുകൾ വളരെ കുറവായിരുന്നു. ഒരു പേസിന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് ഉണ്ട്. പക്ഷെ സിനിമയിലെ ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബി ജി എംസ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ സിനിമ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് പറയാനാണെങ്കിൽ ടിപ്പിക്കലായിട്ടുള്ള അബ്രോഡ് രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇതൊരു കേട്ട് മറന്ന കഥയായതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഫാൻസിന് ഒരു തൃപ്തിപ്പെടുന്ന പടമൊന്നുമില്ല. ഇത് ഫാമിലിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഫാമിലിക്ക് എന്താണ് ഒരു ഇഷ്ടപ്പെടുന്നത്. ഒരു ടിപ്പിക്കൽ കഥയാണ്. അങ്ങനെ വലിയ ഇതായി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. വലിയ അടിപൊളി പ്രമേയമാണെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ഈ മൂവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ടുകളൊക്കെ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമാറ്റോഗ്രഫി കുഴപ്പമില്ലായിരുന്നു, BGMs കുഴപ്പമില്ലായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയുടെ കുറെ നാൾക്ക് ശേഷമാണ് സൂര്യയുടെ ഒരു മൂവി ഇറങ്ങുന്നത്. അപ്പം വലിയ പ്രതീക്ഷയിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇതൊരു ഫാമിലി മൂവിയാണ്. ആ ഒരു രീതിയിലൊക്കെ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും മൂവിയെ കുറിച്ച് ഓവറോൾ പറയാനുണ്ടെങ്കിൽ ഒരു ആവറേജ് മൂവി അത്രേ പറയാനുള്ളൂ. അങ്ങനെ വലിയ വലിയ കഥയോ വലിയ ടിസ്റ്റോ അങ്ങനെ വാവ് ഫാക്ടറോ പറയാനൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ സൂര്യ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ളത്. പിന്നെ ഫാൻസിന് വിസിലടിക്കാനും കൈ അടിക്കാനുള്ള രംഗങ്ങൾ വളരെ കുറവായിരുന്നു. ഇത്രയും കാര്യമാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോടൊന്ന് പറയുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 പാഷൻ. താങ്ക് യു.